നമസ്കാരം. ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറിയാൽ അത് നശിപ്പിക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് തെക്കൻ ഇറാനിൽ വ്യോമാക്രമണവും നടത്തിയിരിക്കുകയാണ് അമേരിക്ക. അതേസമയം ഇബോള വൈറസ് വ്യാപനം അതിവേഗത്തിലെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട്. ഇബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനങ്ങൾക്ക് DGCA മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. +2 പരീക്ഷാഫലവും ഇന്ന് അറിയാം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറിയാൽ ഒന്നുകിൽ അമേരിക്കയിൽ വെച്ച് അത് നശിപ്പിക്കും, അല്ലെങ്കിൽ ഇറാന്റെ സഹകരണത്തോടെയും ഏകീകരണത്തോടെയും മറ്റൊരു സ്വീകാര്യമായ സ്ഥലത്ത് അറ്റോമിക് എനർജി കമ്മീഷനെയോ അതിന് തുല്യമായ സ്ഥാപനത്തെയോ സാക്ഷിയാക്കി അവ നശിപ്പിക്കുമെന്നും ട്രംപ് അറിയിച്ചു. എന്നാൽ ട്രംപിന്റെ അവകാശവാദത്തോട് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തെക്കൻ ഇറാനിൽ വ്യോമാക്രമണം നടത്തിയ അമേരിക്ക. യുഎസ് ഇറാൻ സമാധാന ചർച്ച പുരോഗമിക്കവെയാണ് അമേരിക്കയുടെ വ്യോമാക്രമണം. ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും കടലിൽ മൈനുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ഇറാനിയൻ ബോട്ടുകളുമാണ് യുഎസ് സൈന്യം ലക്ഷ്യം വെച്ചത്. സ്വയരക്ഷാർത്ഥം നടത്തിയ ആക്രമണം എന്നാണ് അമേരിക്കയുടെ വിശദീകരണം. 3 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനായി ഇറാന്റെ വിദേശകാര്യമന്ത്രി ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ഈ ആക്രമണം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന കരാർ ചർച്ചകൾ നടക്കവേ പുതിയ നിബന്ധനയുമായി ട്രംപ്. ഇറാൻ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന് ട്രംപിന്റെ പുതിയ ആവശ്യം. 2020 ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കെയാണ് എബ്രഹാം ഉടമ്പടി കൊണ്ടുവന്നത്. ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കാൻ ചില മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ സമ്മതിച്ച US മധ്യസ്ഥതയിലുള്ള കരാറാണിത്. UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് ഇതിനകം ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ടുള്ളത്. ഇബോള വൈറസ് വ്യാപനം അതിവേഗത്തിലെന്ന് ലോകാരോഗ്യ സംഘടന. DR കോങ്കോയിലും ഉഗാണ്ടയിലുമായി വൈറസ് ബാധിച്ച് 220 പേർ മരിച്ചു. ഇബോള കേസുകൾ കണ്ടെത്തുന്നതിൽ കാലതാമസം നേരിട്ടത് വൈറസ് വ്യാപിക്കാൻ കാരണമായി. അതേസമയം ഇബോള വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനങ്ങൾക്ക് DGCA മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിമാന കമ്പനികൾ ഓൺബോർഡ് നിരീക്ഷണം നടത്തണം, യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോം ശേഖരിക്കണം, യാത്രയ്ക്കിടെ പ്രത്യേക അറിയിപ്പുകൾ നൽകണം തുടങ്ങിയവയാണ് നിർദ്ദേശങ്ങൾ. ഉഗാണ്ട, റിപ്പബ്ലിക് ഓഫ് കോങ്കോ രാജ്യങ്ങളിലൂടെ സർവീസ് നടത്തുന്ന വിമാനങ്ങൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനിടെ രോഗലക്ഷണം കണ്ടാൽ ചികിത്സ തേടണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു. യുഎസിലേക്കുള്ള കയറ്റുമതി കുറഞ്ഞതോടെ സോളാർ കമ്പനികൾ പ്രതിസന്ധിയിൽ. ഉയർന്ന തീരുവ കാരണം സോളാർ കമ്പനികളുടെ കയറ്റുമതി വൻതോതിലിടിഞ്ഞു. പ്രിലിമിനറി കൗണ്ടർ വെയ്റ്റ്ലിംഗ് ഡ്യൂട്ടി, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്നിവയുൾപ്പെടെ മൊത്തം നികുതി 230% മുകളിലെത്തിയതായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 2024 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ഏകദേശം $200 കോടി സോളാർ മൊഡ്യൂളുകൾ കയറ്റുമതി ചെയ്തിരുന്നു. ഇതിൽ ഭൂരിഭാഗവും യുഎസിലേക്കായിരുന്നു. എന്നാൽ മുൻ സാമ്പത്തിക വർഷത്തെ 4ാം പാദത്തിൽ കയറ്റുമതിയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. പല പ്രമുഖ കമ്പനികൾക്കും കയറ്റുമതി ചെയ്യാനായിട്ടില്ല. യുഎസ് വിപണിയെ ലക്ഷ്യം വെച്ച് ഉൽപാദന ശേഷി കൂട്ടിയ കമ്പനികൾക്ക് നിലവിലെ പ്രതിസന്ധി തുടർന്നാൽ മറ്റ് വിപണികൾ കണ്ടെത്തുകയോ ആഭ്യന്തര വിപണിയിലെ കടുത്ത മത്സരത്തെ അതിജീവിക്കുകയോ ചെയ്യേണ്ടി വരും. ഹജ്ജിന്റെ സുപ്രധാന കർമ്മമായ അറഫ സംഗമവുമായി ബന്ധപ്പെട്ട് ഹാജിമാർക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകി ഹജ്ജ് ഉംറ മന്ത്രാലയം. പകൽ സമയത്തെ കഠിനമായ ചൂട് കണക്കിലെടുത്ത് തീർത്ഥാടകർ വൈകുന്നേരം 4 മണി വരെ അവരുടെ ക്യാമ്പുകളിൽ തന്നെ തുടരണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. തിരക്ക് ഒഴിവാക്കുന്നതിനും തീർത്ഥാടകരുടെ സുരക്ഷയും കണക്കിലെടുത്താണ് മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അറഫ ദിനത്തിൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് സൗദി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അറഫ പ്രഭാഷണം വിവിധ ദൃശ്യമാധ്യമങ്ങൾ വഴി എല്ലാ ക്യാമ്പുകളിലും തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിനാൽ ആവശ്യമില്ലാതെ ആരും പുറത്തിറങ്ങരുതെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. തീർത്ഥാടകർക്ക് നിശ്ചയിച്ചിട്ടുള്ള വഴികളിലൂടെ അല്ലാതെ മറ്റ് പാതകളിലൂടെ സഞ്ചരിക്കരുതെന്നും അപകട സാധ്യതയുള്ളതിനാൽ ജബലു റഹ്മ മലയുടെ മുകളിലേക്ക് കയറുന്നതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ബംഗളൂരുവിൽ ടൊയോട്ട കിർലോസ്കർ മോട്ടോർ 1200 കോടി രൂപയുടെ നിക്ഷേപത്തിൽ ടെക്നോളജി ഹബ്ബ് സ്ഥാപിക്കും. കർണാടക സർക്കാർ ബംഗളൂരുവിലെ ക്വീൻസ് സിറ്റിയിൽ 300 ഏക്കർ സ്ഥലത്താണ് ടൊയോട്ട
ബിസ് ഇന്റൽ ഹബ് എന്ന പേരിൽ ആഗോള നിലവാരമുള്ള പുതിയ ടെക്നോളജി എഞ്ചിനീയറിംഗ് യൂണിറ്റ് സ്ഥാപിക്കുന്നത്. ഇതിന് ടൊയോട്ട കിർലോസ്കർ കർണാടക സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവച്ചു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ സാന്നിധ്യത്തിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എസ് സെൽവകുമാറും ടൊയോട്ട സിഒഒയും സ്പെഷ്യൽ പ്രോജക്ട് ഡയറക്ടറുമായ സുദീപ് ദാൽവിയുമാണ് ഒപ്പുവെച്ചത്. വ്യവസായ മന്ത്രി എം.ബി. പാട്ടീലും സംബന്ധിച്ചു. ലോകത്തിൽ ഇത്തരത്തിലൊന്ന് ആദ്യത്തേതാണെന്ന് ചടങ്ങിൽ സംസാരിച്ച സിദ്ധരാമയ്യ പറഞ്ഞു. നിക്ഷേപത്തിന് പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ക്വീൻ സിറ്റിയിൽ യാഥാർത്ഥ്യമാകുന്ന ആദ്യത്തെ പ്രധാന നിക്ഷേപമാണിതെന്ന് എം.ബി. പാട്ടീലും അറിയിച്ചു. അടുത്ത 5 വർഷത്തിനിടെയാണ് കമ്പനി 1200 കോടി രൂപ അടിസ്ഥാന മൂലധനമായി നിക്ഷേപിക്കുക. 200 പേർക്ക് ഇവിടെ ജോലി സാധ്യത സൃഷ്ടിക്കപ്പെടുമെന്നും മന്ത്രി അറിയിച്ചു. വാഹന നിർമ്മാണം, ടെസ്റ്റിംഗ് പ്രവർത്തനങ്ങൾ, അഡ്വാൻസ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി സ്ഥാപിക്കൽ എന്നിവ ബിസ് ഇന്റൽ ഹബിന്റെ ഭാഗമായിരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പെട്രോൾ ഡീസൽ വില വർധനയ്ക്ക് പിന്നാലെ CNG വിലയും കൂട്ടി. കിലോഗ്രാമിന് 2 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ 1 കിലോ CNGയുടെ വില 83 രൂപ 9 പൈസയായി ഉയർന്നു. നോയിഡ, ഗ്രേറ്റർ നോയിഡ, ഗാസിയാബാദ് എന്നിവിടങ്ങളിലും CNG വിലയിൽ വർധനയുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ CNG വിലയിൽ വരുത്തുന്ന 4ാമത്തെ വർധനവാണിത്. അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനയും ഇറക്കുമതി ചെലവ് കൂടിയതുമാണ് വില കൂട്ടാൻ കാരണമെന്നാണ് കമ്പനികൾ പറയുന്നത്. അടിക്കടിയുള്ള വില വർധന CNGയിൽ ഓടുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന യാത്രക്കാരെ പ്രതികൂലമായി ബാധിക്കും. +2 പരീക്ഷാഫലം ഇന്നറിയാം. വൈകിട്ട് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ റിസൾട്ട് പ്രഖ്യാപിക്കും. തുടർന്ന് വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും വഴി ഫലം അറിയാം. ഹയർ സെക്കൻഡറിയിൽ 4.52 ലക്ഷം വിദ്യാർത്ഥികളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 26,826 വിദ്യാർത്ഥികളുമാണ് പരീക്ഷാഫലം കാത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറിയിൽ 77.81%, VHSCയിൽ 70.06% വിജയശതമാനം. പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് സ്വകാര്യ വാഹനങ്ങൾ ബൈക്ക് ടാക്സികളായി ഓടുന്നത് മോട്ടോർ വാഹന വകുപ്പിന് തലവേദനയാവുകയാണ്. ടാക്സി പെർമിറ്റ് ഇല്ലാതെ ഓടുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതോടെ പരിശോധന കടുപ്പിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. മഞ്ഞ നമ്പർ പ്ലേറ്റും ടാക്സി പെർമിറ്റുമുള്ള വാഹനങ്ങൾക്ക് മാത്രമാണ് ബൈക്ക് ടാക്സിയായി ഓടാൻ അനുവാദമുള്ളത്. ബുക്ക് ചെയ്യുന്ന യാത്രക്കാരുടെ എണ്ണം ഏറുകയും ആപ്പുകളിൽ രജിസ്റ്റർ ചെയ്ത ബൈക്ക് ടാക്സികളുടെ എണ്ണം കുറയുകയും ചെയ്തതോടെ വ്യാജന്മാർ ധാരാളമായി രംഗത്തെത്തിയിട്ടുണ്ട്. ബുക്ക് ചെയ്യുമ്പോൾ പറയുന്ന നമ്പറുള്ള വാഹനമായിരിക്കില്ല മിക്കപ്പോഴും യാത്രക്കാരുടെ മുന്നിലെത്തുക. ഇത്തരത്തിലുള്ള ഇരുചക്ര വാഹനങ്ങൾ അടുത്തിടെ കാക്കനാട്ട് നിന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു. നിർദ്ദേശങ്ങൾ അവഗണിച്ച് അനധികൃതമായി സർവീസ് നടത്തിയ വാഹനങ്ങളിൽ നിന്ന് 3000 രൂപ വരെ പിഴയും ഈടാക്കി. ആപ്പുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. സ്വർണ്ണവിലയിൽ ഇന്നൊരു ആശ്വാസമുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 45 രൂപയും പവന് 360 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ 1 പവൻ സ്വർണത്തിന് 1,16,520 രൂപയും 1 ഗ്രാം സ്വർണത്തിന് 14,565 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 11,965 രൂപയും പവന് 95,720 രൂപയുമാണ് ഇന്നത്തെ വിപണി വില. വെള്ളി ഗ്രാമിന് 280 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇതോടെ 1 മണി വാർത്ത സമാപിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.